ബ്രസീലിൽ യാത്രാ വിമാനം തകർന്നു വീണ് 62 മരണം. സാവോപോളോയിലെ ജനവാസ മേഖലയിൽ തകർന്നു വീണത് ബോപ്പാസ് എയർലൈൻസിൻ്റെ ATR-72 വിമാനമാണ്. 58 യാത്രക്കാരും 4 ജീവനക്കാരും ഈ അപകടത്തിൽ മരിച്ചുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അപകടത്തിൻ്റെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ വലിയ അപകടത്തിൻ്റെ വാർത്തയുമായി മെറിൻ മേരി ചാക്കോ തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. മെറിൻ മേരി ചാക്കോ, ഗുഡ് മോർണിംഗ്. മെറിൻ, എപ്പോഴാണ് ഈ അപകടം? എങ്ങനെയായിരുന്നു ഈ അപകടത്തിൻ്റെ കാര്യങ്ങൾ? അതിൻ്റെ തീവ്രത എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് SKN. പുലർച്ചെയാണ് ഈ ദാരുണമായ ഒരു അപകടമുണ്ടായിരിക്കുന്നത്. ബ്രസീലിലാണ് വിമാനം തകർന്നു വീണ് വിമാനത്തിലുണ്ടായിരുന്ന 62 പേരും മരിച്ചിരിക്കുന്നു. 58 യാത്രക്കാരും 4 ജീവനക്കാരുമാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. സാവോപോളയിലെ ജനവാസ മേഖലയിലേക്ക് ഈ ഒരു വിമാനം തകർന്നു വീഴുകയായിരുന്നു. പരാനയിൽ നിന്നും സാവോപോളയിലേക്ക് യാത്രാമധ്യേ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് തകിടം മറിഞ്ഞതിന് ശേഷം താഴേക്ക് പതിക്കുകയായിരുന്നു. ഇതൊരു ജനവാസ മേഖലയിലാണ് വീണത്. അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്ക് താറുമാറുണ്ട്, തകരാറിലായി. എന്നാൽ കെട്ടിടങ്ങളിലെ ആർക്കും പരിക്കേറ്റതായിട്ട് വിവരമില്ല. ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നതിന്റെ കാരണം വ്യക്തമല്ല. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് എല്ലാം കണ്ടെടുക്കേണ്ടതുണ്ട്. ഇതിനെ തുടർന്നായിരിക്കും ഇതെന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമെന്ന് കണ്ടുപിടിക്കാനാവുക. എന്തായാലും പ്രസിഡന്റ് ലൂല ഡി സിൽവ അനുശോചനം രേഖപ്പെടുത്തി. അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിട്ടു. 7 അംഗ സംഘം ഈ ഒരു സംഭവം, ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കും. വിമാനം പൂർണ്ണമായും കത്തി നശിച്ചു. വിമാനം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വിമാനത്തിലെ എല്ലാവരും, എല്ലാ യാത്രക്കാരും, ജീവനക്കാരടക്കമുള്ള എല്ലാവരും ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന അതിദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ പറയാനുള്ളത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 7 അംഗ ടീമായിരിക്കും, 7 അംഗ സംഘമായിരിക്കും ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തുക. SKN. ഓക്കെ, മെറിൻ മേരി ചാക്കോ ആണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു മെറിൻ മേരി ചാക്കോ.